ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി, അതും എയർ ഫ്രയറിൽ. അതും ആദ്യമായിട്ടാണ് എയർ ഫ്രയറിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അത് സക്സസ് ആയി എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ മുന്നോട്ട് പറയാം. അതിനാവശ്യമായ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ തൈര് ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. തൈര്, പഞ്ചസാര, അതുപോലെ തന്നെ അമൃതം പൊടി മോന് കിട്ടിയ അമൃതം പൊടിയാണ്, അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ തൈരും പഞ്ചസാര ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തു. അതൊരു 1/2 ടീസ്പൂണാണ്. എന്നിട്ട് അത് നന്നായിട്ട് അരിച്ച് ആ ഒരു തൈരും അതുപോലെ തന്നെ പഞ്ചസാരൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റാണ്, പക്ഷേ കേക്ക് എന്തുകൊണ്ട് റെഡി ആയില്ല എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാനിത് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരേ ഡയറക്ഷനിൽ പതിയെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, ഒരിക്കലും ഹാർഡായിട്ട് ഒന്നുമല്ല. പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ്, അതും അര ഗ്ലാസ്സും ഇല്ല, 1/2 ഗ്ലാസിൻ്റെയും പകുതിയായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ കുറച്ച് ഹാർഡായതുകൊണ്ട് കുറച്ച് പാല് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറും മണവും കിട്ടാൻ വേണ്ടിയിട്ട്. ശേഷം വീണ്ടും ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ടകൾ കെട്ടാനും അതുപോലെ തന്നെ എയർ ബബിൾസൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു കേക്ക് ടിന്നിലേക്ക് ഇതൊന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് എണ്ണ തടവണം ആ കേക്ക് ടിന്നല്ല കേട്ടോ, ഇത് ഒരു ടിഫിൻ ബോക്സാണ്. അപ്പോൾ അതിനകത്തേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആ മിക്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്കിതാ ഈ ഒരു എയർ ഫ്രയറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ കാണിച്ച മണ്ടത്തരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 160 ഞാനിവിടെ ബേക്കിങ്ങിൽ വെച്ചപ്പോൾ കിട്ടിയത്, 160 ഡിഗ്രി ടു 20 മിനിറ്റ്. പക്ഷേ നമ്മൾ 180 ഡിഗ്രിയിൽ 20 മിനിറ്റിലായിരുന്നു ഇത് ചെയ്തെടുക്കേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനത് അതേ ടൈമിൽ തന്നെ ചെയ്തെടുത്തു, അതേ ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ ആ കേക്ക് ഫ്ലോപ്പായി. എങ്ങനെയാണ് ഫ്ലോപ്പായെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കാണാം. വാവ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അയ്യോ, കേക്ക് തണുത്തതിന് ശേഷം ഞാനതൊന്ന് തുറന്നു നോക്കി. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് കേക്ക് വന്നു, പക്ഷെ അതിൻ്റെ ഉള്ളു ഭാഗം വെന്തിട്ടില്ലായിരുന്നു. നമ്മൾ വെക്കുന്ന ആ ഡിഗ്രി സെൽഷ്യസ് ഇല്ലേ, അത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മളെ കേക്ക് പണി പാളും. 180-ൽ 20 മിനിറ്റായിരുന്നു ഞാൻ വെക്കേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അത് വെച്ച് ആ കേക്ക് വെച്ചിട്ട് വീണ്ടും ഞാൻ ആ കേക്കിനെ ഹാർഡാക്കി. അത് വീണ്ടും പുറത്തുനിന്നും ഹാർഡായി, അകത്ത് ഹാർഡായില്ല, പക്ഷെ അകത്ത് വീണ്ടും വേവേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ കേക്ക് ഫ്ലോപ്പായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ സെറ്റാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കേക്ക് മെഷറിങ്ങൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ എങ്കിൽ ഞാൻ വെച്ച ആ ഒരു ഹീറ്റ് ലെവൽ അതാണ് തെറ്റിപ്പോയത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ റെഡിയാക്കും. എന്തായാലും ഞാൻ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല, എന്തായാലും റെഡിയാക്കിയിട്ട് ഞാൻ ഇറങ്ങും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.